പുറപ്പാട് അധ്യായം 25. യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻതോൽ, തഹശുതോൽ, ഖദിരമരം, വിളക്കിനെണ്ണ, അഭിഷേക തൈലത്തിനും പരിമളധൂപത്തിനും സുഗന്ധവർഗം, ഏഫോദിനും മാർപ്പതക്കത്തിനും പതിപ്പാൻ ഗോമേദകക്കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അകത്തും പുറത്തും പൊതിയണം. അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം. അതിന് 4 പൊൻവളയം വാർപ്പിച്ച് 4 കാലിലും ഇപ്പുറത്ത് 2 വളയവും അപ്പുറത്ത് 2 വളയവുമായി തറയ്ക്കണം. ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. തണ്ടുകളാൽ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ അവ ചെലുത്തണം. തണ്ടുകൾ പെട്ടകത്തിൻ്റെ വളയങ്ങളിൽ ഇരിക്കണം. അവയെ അതിൽ നിന്ന് ഊരരുത്. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വയ്ക്കണം. തങ്കം കൊണ്ട് കൃപാസനമുണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവും ആയിരിക്കണം. പൊന്നുകൊണ്ട് 2 കിരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അടിപ്പു പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വയ്ക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്തു വയ്ക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കിരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. ഖദിരമരം കൊണ്ട് ഒരു മേശയുണ്ടാക്കണം. അതിൻ്റെ നീളം 2 മുഴവും വീതി 1 മുഴവും ഉയരം 1.5 മുഴവും ആയിരിക്കണം. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം. അതിന് 4 പൊൻവളയം ഉണ്ടാക്കണം. വളയം 4 കാലിൻ്റെയും പാർശ്വങ്ങളിൽ തറയ്ക്കണം. മേശ ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം. തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവ കൊണ്ട് മേശ ചുമക്കണം. അതിൻ്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം. തങ്കം കൊണ്ടവയെ ഉണ്ടാക്കണം. മേശമേൽ നിത്യം കാഴ്ചയപ്പം എൻ്റെ മുമ്പാകെ വയ്ക്കണം. തങ്കം കൊണ്ട് ഒരു നിലവിളക്കുണ്ടാക്കണം. നിലവിളക്ക് അടിപ്പു പണിയായിരിക്കണം. അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിലവിളക്കിൻ്റെ 3 ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിൻ്റെ 3 ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ 6 ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും ഉണ്ടായിരിക്കണം. നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം. വിളക്ക് തണ്ടിലോ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ 4 പുഷ്പപുടം ഉണ്ടായിരിക്കണം. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും മറ്റ് 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും വേണം. അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടിപ്പുപണി ആയിരിക്കണം. അതിന് 7 ദീപമുണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം. അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ആയിരിക്കണം. അതും ഈ ഉപകരണങ്ങളൊക്കെയും 1 താലന്ത് തങ്കം കൊണ്ട് ഉണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. അധ്യായം 26. തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ
10 മൂടുശീല കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം. ഓരോ മൂടുശീലയ്ക്ക് 28 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീലയ്ക്കെല്ലാം ഒരളവ് ആയിരിക്കണം. 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. മറ്റേ 5 മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. ഒരു മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയിലുള്ള മൂടുശീലയുടെ വിളുമ്പിലും 50 കണ്ണി ഉണ്ടാക്കണം. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കണം. തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ചിണക്കണം. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ട് രോമം കൊണ്ട് മൂടുശീല ഉണ്ടാക്കണം. 11 മൂടുശീല വേണം. ഓരോ മൂടുശീലയ്ക്ക് 30 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീല 11 ഒരളവായിരിക്കണം. 5 മൂടുശീല ഒന്നായും 5 മൂടുശീല ഒന്നായും ഇണച്ച് 6-ാമത്തെ മൂടുശീല കൂടാരത്തിൻ്റെ മുൻവശത്ത് മടക്കിയിടണം. ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും രണ്ടാമത്തെ വിരിയിലെ മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കണം. താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഉണ്ടായിരിക്കത്തക്കവണ്ണം ഇണച്ചുകൊള്ളണം. മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കവിഞ്ഞു കിടക്കുന്ന പാതി മൂടുശീല തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം. മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്തൊരു മുഴവും അപ്പുറത്തൊരു മുഴവും, ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിൻ്റെ 2 പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം. ചുവപ്പിച്ച ആട്ടുകൊറ്റൻതോൽ കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറമൂടിയും അതിൻ്റെ മീതെ തഹശുതോൽ കൊണ്ട് ഒരു പുറമൂടിയും ഉണ്ടാക്കണം. തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിൻ്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം. തെക്കുവശത്തേക്ക് 20 പലക, 20 പലകയ്ക്ക് താഴെ വെള്ളി കൊണ്ട് 40 ചുവട്, ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, ഇങ്ങനെ 20 പലകയുടെയും അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവടുണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്കുവശത്തേക്ക് 20 പലകയും ഒരു പലകയുടെ താഴെ 2 ചുവട്, മറ്റൊരു പലകയുടെ താഴെ 2 ചുവട്, ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചുവടും ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് 6 പലക ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ 2 വശത്തുമുള്ള മൂലയ്ക്ക് ഈ 2 പലക ഉണ്ടാക്കണം. ഇവ താഴെ ഇരട്ടിയായിരിക്കണം. മേലറ്റത്തോ 1-ാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. രണ്ടിനും അങ്ങനെ തന്നെ വേണം. അവ 2 മൂലയ്ക്കും ഇരിക്കണം. ഇങ്ങനെ 8 പലകയും അവയുടെ വെള്ളിച്ചുവട്, ഒരു പലകയുടെ അടിയിൽ 2 ചുവട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവട്, ഇങ്ങനെ 16 വെള്ളിച്ചുവടും വേണം. ഖദിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ ഒരു ഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ മറുഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് 5 അന്താഴം. നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം. പലക പൊന്നുകൊണ്ട് പൊതികയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം. അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തേണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കണം. പൊന്നു പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. കൊളുത്തുകളിൽ തിരശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശീലയ്ക്കകത്ത് കൊണ്ടുചെന്ന് വയ്ക്കണം. തിരശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന്മീതെ കൃപാസനം വയ്ക്കണം. തിരശീലയുടെ പുറമെ മേശയും മേശയ്ക്കെതിരെ തിരുനിവാസത്തിൻ്റെ തെക്കുഭാഗത്ത് നിലവിളക്കും വെക്കണം. മേശ വടക്ക് ഭാഗത്ത് വെക്കണം.
നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിൻ്റെ വാതിലിന് ഉണ്ടാക്കണം. മറശ്ശീലയ്ക്ക് ഖദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ടായിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർപ്പിക്കണം. അധ്യായം 27. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവും ആയിരിക്കണം. അതിൻ്റെ 4 കോണിലും കൊമ്പുണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കണം. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ടുണ്ടാക്കണം. അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം. ജാലത്തിന്മേൽ 4 കോണിലും 4 താമ്രവളയം ഉണ്ടാക്കണം. ജാലം യാഗപീഠത്തിൻ്റെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിൻ്റെ ചുറ്റുപടിക്ക് കീഴായി വെക്കണം. യാഗപീഠത്തിന് ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയങ്ങളിൽ ഇടണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ടായിരിക്കണം. പലക കൊണ്ട് പൊള്ളയായി അതുണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അതുണ്ടാക്കണം. തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം. തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനീൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിൻ്റെ വീതിക്ക് 50 മുഴം നീളത്തിൽ മറശ്ശീലയും അതിന് 10 തൂണും അവയ്ക്ക് 10 ചുവടും വേണം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിൻ്റെ വീതി 50 മുഴം ആയിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. മറ്റേ ഭാഗത്തേക്കും 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം. അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമ്രം കൊണ്ടും ആയിരിക്കണം. പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലായിടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടും ആയിരിക്കണം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിൻ്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം.